ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ കഥ എന്താണെന്ന് നോക്കാം. എന്നിട്ട് രേവതി സച്ചി വന്നിട്ട് മോളുടെ നമ്പർ എന്തെങ്കിലും അറിയുമോ, അല്ലെങ്കിൽ അവരുടെ വീട് എവിടെയാണോ എന്ന് ചോദിച്ചിട്ട് വിമലാൻ്റിയോട് ചോദിക്കുന്ന സീൻസൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ നമ്പറൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വീടും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന വിമലാൻ്റീനെയാണ് നമ്മൾ അവസാനത്തെ സീനിൽ കണ്ടത്. പിന്നെ നാളത്തെ കഥ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു. ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ആരെങ്കിലും ഒന്ന് വിവരം അറിയിക്കണമല്ലോ. അതിനുവേണ്ടി ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളുടെ വീട് എവിടെയാണെന്ന് അറിയൂ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആണോ, ഞങ്ങളവിടെ പോയിട്ട് പറയാം, കാര്യങ്ങൾ സംസാരിക്കാമെന്ന് രേവതി പറയും. അപ്പോൾ വിമലാൻ്റി കുറേ തപ്പിയിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് പറയും, ഇല്ല അവളിവിടെ സ്ഥലത്തില്ല, അവൾ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ രേവതിക്ക് ഇതിലൊക്കെ ഒരു ഡൗട്ട് അടിക്കും, കാരണം ആദ്യത്തെ പോലെ സംസാരിക്കുന്നില്ല, പിന്നെ ആൻറ്റി ആണെച്ചാലും ഒക്കെ എന്നും എല്ലാ ക്വസ്റ്റ്യൻസിനും ഒഴിഞ്ഞു മാറുന്ന രീതി പോലെ അവൾക്ക് തോന്നും. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേഴ്സ് ബില്ല് കൊണ്ട് വരിക. ഡോക്ടറും വരും. ഡോക്ടർ വന്നിട്ട് പറയും, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, 4 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ചെക്കപ്പ് ചെയ്യണം, പിന്നെ നല്ല റെസ്റ്റ് എടുക്കണം, 2 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, എന്നാലേ മാറുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഓക്കെ എന്ന് പറയും. എന്നിട്ട് ഡോക്ടർ പറയും, ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ 4 ദിവസം കഴിഞ്ഞാൽ ഒന്ന് വന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ നാട്ടിലാണെന്ന് നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഓക്കെ താങ്ക് യു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് സച്ചി ബില്ല് മേടിക്കും. ബില്ല് മേടിക്കുമ്പോൾ 18,000 രൂപയാണ് ബില്ല് വരിക. അപ്പോൾ സച്ചിയുടെ കയ്യിൽ ഇപ്പം അത്ര പൈസ ഇല്ല. അപ്പോൾ സച്ചി പറയും, വീട്ടിൽ ഡ്യൂ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസ ഉണ്ട്, ഞാനത് എടുത്തിട്ട് വരാം, എന്നിട്ട് ബില്ല് അടച്ചിട്ട് ആൻറ്റീനെയും കൂട്ടിയിട്ട് പോവാമെന്ന് പറയും. ആൻറ്റീനെയും കൂട്ടിയിട്ട് പോവാമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, എന്നാൽ ആദ്യം വായു നമുക്ക് പോയിട്ട് പൈസ എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറയും. അപ്പോൾ ആൻറ്റി പറയും, വേണ്ട മോളെ ഞാൻ അടച്ചോളാം, എന്തിനാ നിങ്ങൾക്ക് ഇതൊക്കെ കുഴപ്പം. അപ്പോൾ സച്ചി പറയും, അതൊന്നും കുഴപ്പമില്ല അമ്മേ, ഞങ്ങൾ അടച്ചോളാം. ആദ്യം വായു പറയും. അപ്പോൾ ആദ്യം വരാൻ കൂട്ടാക്കില്ല. അപ്പോൾ വിമലാൻ്റി പറയും, എന്നാൽ അവൻ ഇവിടെ നിന്നോട്ടെ, എൻ്റെ അടുത്ത് നിന്നോട്ടെ എന്ന് പറയും. അപ്പോൾ സച്ചിൻ രേവതിയും കൂടി പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. അതിനൊരു വീട്ടിൽ പോകുന്ന സീനാണ് കാണിക്കുന്നത്. പുറത്തേക്ക് എത്തിയിട്ട് അപ്പോൾ ഇവർ പോയല്ലോ എന്നുള്ള സമാധാനത്തിൽ ശ്രുതി പുറത്തേക്ക് ബില്ലൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇഞ്ചക്ഷൻ മേടിക്കാനുള്ള ബില്ലെടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ രേവതിയുടെ സംശയം പറയും, വിമലാൻ്റി വേണിച്ചിട്ട് ഒഴിഞ്ഞു മാറാണ്, നമ്മൾ അവരുടെ മകളെ കുറിച്ചിട്ട് ഒന്നും അറിയാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് അവർ സംസാരിക്കുന്നത്. ആദ്യം പഴയ പോലെയൊന്നും നമ്മളോട് സംസാരിക്കുന്നില്ലല്ലോ, അവരെന്തൊക്കെയോ നമ്മളുടെ അടുത്ത് മറയ്ക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അവർക്ക് എന്താ നമ്മളുടെ അടുത്ത് മറയ്ക്കാനുള്ളത്, നമുക്ക് അവരെ അറിയില്ലല്ലോ. അപ്പോൾ അല്ല, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് സച്ചിയേട്ടാന്ന് പറയും. അപ്പോൾ സച്ചി പറയും, നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട, ബായോ നമുക്ക് പൈസ എടുത്തിട്ട് വരാൻ പറയും. ഇത് കേട്ട് വന്ന് ശ്രുതി പറയും, ശ്രുതിക്ക് ഡൗട്ടായി, ശ്രുതിക്ക് പേടിയായി, കാരണം രേവതിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നത് തന്നെ അവൾക്ക് പേടിയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താ, അവൾ വേഗം റൂമിൽ പോയിട്ട് പറയും, നമുക്ക് വേഗം ഇവിടുന്ന് പോകണം, ഡിസ്ചാർജായിട്ട് ഇപ്പം തന്നെ പോകണം. അപ്പോൾ വിമലാൻ്റി പറയും, സച്ചിനോട് രേവതിയുടെ ഒരു നന്ദി പോലും പറയാതെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുക, അമ്മേ രേവതിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, കൂടുതൽ കുഴപ്പത്തിലാക്കാൻ നിൽക്കരുത്, പോവാം, നമുക്ക് വേഗം പോകണം, ഇവിടുന്ന് എത്ര പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും അത്രയും പെട്ടെന്ന് ഇറങ്ങണം നമുക്ക്. എന്നിട്ട് അവർ ഡിസ്ചാർജ് വാങ്ങി പുറത്തുനിന്ന് ഇറങ്ങി ബാക്ക് സൈഡിൽ കൂടെ പോകും. സച്ചി രേവതി വീട്ടിൽ പോയിട്ട് ബില്ലൊക്കെ സച്ചി രേവതിയും കൂടി പൈസ എടുത്ത് വരുമ്പോഴേക്കും അവർ റൂമിൽ വന്ന് നോക്കും. പൈസയൊക്കെ എടുത്തിട്ട് റൂമിൽ വന്ന് നോക്കുമ്പോൾ അവരെ കാണില്ല. അപ്പോൾ അവർ വിചാരിക്കും വേറെ ഏതെങ്കിലും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് റിസപ്ഷനിൽ വന്നിട്ട് നഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല അവർ ഡിസ്ചാർജായി പോയല്ലോ എന്ന് പറയും. അപ്പോൾ ആരെ ഡിസ്ചാർജ് ബില്ലൊക്കെ അടച്ച് കൊണ്ടുപോയി പറയും, അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു പെൺകുട്ടി വന്നിട്ടാണ് കൊണ്ടുപോയതെന്ന് പറയും. അപ്പോൾ സച്ചി ഓക്കെ ശരിയെന്ന് പറയും. അപ്പോൾ രേവതി പറയും, ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് എവിടുന്ന ഇന്നൊരു പെൺകുട്ടി വന്ന്, അവൾക്ക് ആരും അറിയില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ആരെങ്കിലും വിവരം അറിഞ്ഞിട്ട് വന്നതായിരിക്കും, നീ അത് ആലോചിക്കേണ്ടായി, അപ്പോൾ നമ്മളോടൊരു വാക്ക് പോലും പറയാതെ പോയില്ലേ പറയും. വീട്ടിൽ ചെന്നിട്ട് വിളിക്കാൻ
വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും രേവതി. നീ ഇങ്ങനെ കൂടെ കൂടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കല്ലേ. നീ വേഗം വായോ, എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്, നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് അതിന് പോകാമെന്ന് പറയും. എന്നിട്ട് അവർ പോവും. പിന്നെ കാണിക്കുന്നത് ശ്രുതി മീരയുടെ വീട്ടിൽ അമ്മേനെയും ആദിനെയും ആക്കുന്നതാണ്. എന്നിട്ട് പറയും ഇവിടെ മീര ഇല്ല, അമ്മ എന്തായാലും ഇവിടെ റെസ്റ്റ് ചെയ്യണം, ഞാൻ എന്നും വരാം, ഇനി പുറത്തൊന്നും പോരുത്, ആരെയും കാണണ്ട, പ്രത്യേകിച്ച് രേവതിയുടെയും സച്ചിയുടെയും മുന്നിൽ പെടരുത്, എനിക്ക് ഇനിയും പ്രശ്നങ്ങൾ താങ്ങാൻ വയ്യ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ പറയും നീ അവരെക്കുറിച്ച് തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അവർ നല്ല ആൾക്കാരാണെന്ന് പറയും. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറയും ഞാൻ എന്താ വേണ്ടത്, ഞാൻ അവൾക്ക് വേണ്ടി അമ്പലം കെട്ടണം, അമ്മേ നിങ്ങൾക്ക് അവർ നല്ല ആൾക്കാരായിരിക്കും, അതുകൊണ്ട് ഇനി അവരെ കാണരുത് എന്ന് പറയും. ഞാൻ എന്നും വരാം, ഇപ്പം അമ്മ പോയി കടന്നോളൂ, ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോവും, എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോവും. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ വീടാണ്. സച്ചിയുടെ വീട്ടിൽ ശ്രുതി വന്നിരിക്കുന്നുണ്ട്. ശ്രുതിക്ക് ചന്ദ്ര കാപ്പിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർ പറയും നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ശ്രുതി, നീ എന്തെങ്കിലും ജോലിക്ക് പോകണം. അപ്പോൾ ശ്രുതി പറയും എൻ്റെ കഴിവിനനുസരിച്ച് ജോലി എനിക്ക് കിട്ടേണ്ട അമ്മേ, നാം ശ്രുതിയോട് പറഞ്ഞാലോ ജോലി പോയ കാര്യം. അപ്പോൾ ചന്ദ്ര പറയും നിനക്ക് ഇപ്പോൾ ഉള്ള വില കൂടി ഇല്ലാതായിരിക്കും, അടുത്ത മാസം ചിലവിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, എന്ത് ചെയ്യിച്ചിട്ടാ, വേഗം ഒരു ജോലി കിട്ടുക എന്നിട്ട് കാര്യം പറയാം അവളോട്, അല്ലെങ്കിൽ നിനക്ക് ഉള്ള വിലയും കൂടി ഇല്ലാതായിരിക്കും, അവൾ നിന്നെ വിട്ടിട്ട് പോകും, ജോലി ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല അവസാനം എന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി വരിക. ശ്രുതി വന്നിട്ട് പറയും ശ്രുതി ഇന്ന് നേരത്തെ വന്നു ജോലി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ശ്രുതി പറയും ജോലി കഴിഞ്ഞ് നേരത്തെ, അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ യൂണിയൻ ഓഫീസിൽ പോയിട്ട് പൈസ മേടിച്ചിട്ട് വരികയാണ്. യൂണിയൻ ഓഫീസിൽ പോയി വരുമ്പോൾ ചന്ദ്രമതി ചോദിക്കും നിങ്ങൾ നേരത്തെ വന്നു എന്ന് പറയും. വേഗം വന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിൻ രേവതി വരിക. സച്ചിൻ രേവതി വന്നിട്ട് വരുമ്പോൾ ചന്ദ്ര അപ്പം തന്നെ പറയും എന്തായി ഇന്നിപ്പോൾ, ഇനി വേറെ ആരെങ്കിലും റോട്ടിൽ വീണോ നിങ്ങളുടെ മുന്നിൽ, അതിനൊരു കളിയാക്കി ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും എന്താ നിൻ്റെ അമ്മ പറയുന്നത് പറയാം. അപ്പോൾ രേവതി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, ആദ്യം അറിയില്ല അച്ഛന് ഇങ്ങനെ അവർ റോട്ടിലൂടെ വരുമ്പോൾ വീണു, അപ്പോൾ ആശുപത്രിയിലാക്കി, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. ഇത് കേട്ടിട്ട് ശ്രുതിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയും പിന്നെ അവർ എവിടേക്കാണ് പോയി, അറിയില്ല അച്ഛാന്ന് രേവതി പറയുമ്പോൾ എന്തായാലും അച്ഛമ്മേനെ വിളിച്ച് പറയും, അച്ഛമ്മ അന്വേഷിക്കുമെന്ന് പറയും. അപ്പോൾ ശ്രുതി ഞെട്ടും. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഇതിനാണ് അവസാനിക്കുന്നത്. താങ്ക് യു.